ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ വിഭവമാണ്. അതായത് നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി. വളരെ ഈസിയാണ് കേട്ടോ. കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റൈല്. തയ്യാറാക്കാൻ ഒട്ടും പാടില്ലാത്ത ഒരു പുഡിങ്ങാണ് കേട്ടോ. ഇത്രത്തോളം എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത്ര നല്ലൊരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിനകത്ത് പഞ്ചസാരയൊക്കെ കരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോഫിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം കോഫി പൗഡർ കൂടെ ചേർത്താൽ വളരെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ എളുപ്പമുള്ള ഈ പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 4 കപ്പ് പാലാണ്. നല്ല കൊഴുപ്പുള്ള പാലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ നല്ലതാണ്. നമ്മൾ വീട്ടിൽ നിന്ന് മേടിക്കുന്നതായാലും ഇപ്പോൾ നമ്മൾ പാക്കറ്റിൽ മേടിക്കുന്നതായാലും കൂട്ടത്തിൽ കൊഴുപ്പുള്ള പാൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറേ കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് നമ്മളിത് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതൊന്ന് കാച്ചിയെടുക്കുക, അധികം പാട് കെട്ടാതെ. അഥവാ പാട് കെട്ടി പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചൊന്ന് ചൂട് പോയി കഴിയുമ്പോഴേക്കും അതൊന്ന് അരിച്ചു വെക്കണം കേട്ടോ. പാട് ഇതിനിടയ്ക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാത്ത ഒരു അസ്വസ്ഥതയല്ലേ. നമ്മുടെ പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഇനിയും വേണ്ടത് മുട്ടയാണ്. ഇപ്പോൾ ആ പാത്രത്തിലേക്ക് 4 മുട്ടയും സമാനം വലുപ്പമുള്ള 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ അളവ് സ്പൂണിന് ഒരു പകുതി സ്പൂൺ, അതായത് 1/8 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം സ്പൂണിൻ്റെ അളവ് സ്പൂണുകളിൽ 1/4 ടീസ്പൂണിൻ്റെ അളവ് സ്പൂൺ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യം 2 നുള്ള ഇട്ട് കൊടുത്താൽ മതിയേ. പിന്നെ ചെയ്യാനുള്ളത് ആ മുട്ടയും വാനില എസൻസും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വിസ്ക് കൊണ്ട്, അല്ല ഹാൻഡ് ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട്, ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കണം. ഇതിങ്ങനെ പറയണമെന്നൊന്നുമില്ല, പക്ഷേ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിക്കണേ. ഇനിയും ചെയ്യാനുള്ളത് നമുക്ക് പഞ്ചസാരയൊന്ന് കരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. കാരണം ഈ പഞ്ചസാര കരിക്കുന്ന ആ ഒരു കാരമലിൻ്റെ ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്ങിന് പ്രധാനമായിട്ട് വരുന്നത്. അതും ആ ഒരു വാനില എസൻസിൻ്റെ ഫ്ലേവറും മധുരം, മുട്ട, അങ്ങനെയുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ ഈ പുഡിങ്ങിനകത്ത്. അപ്പോൾ ഈ പഞ്ചസാര കരിക്കുന്നത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണേ. ആ പഞ്ചസാര കരിച്ച ആ ഒരു കാരമൽ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവം വരെ കരിക്കണം. അല്ല നിങ്ങൾക്കത് അത്ര വലിയ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റായിട്ട് കാരമലൈസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നിങ്ങൾ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ നേരത്തെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴേ നിർത്താവുന്നതേ ഉള്ളൂ. പക്ഷേ അപ്പോൾ ഒരു കുഴപ്പമുള്ളത് കാരമലിൻ്റെ ആ ഒരു ഫ്ലേവർ ശരിക്കും അങ്ങോട്ട് കിട്ടില്ല. കാരണം ആകെ ഇതിനകത്തൊരു ഫ്ലേവർ ഉള്ളത് കാരമലൈസ് ചെയ്യുന്ന ആ പഞ്ചസാരയുടെ മാത്രമല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ ശ്രദ്ധയോടെ ചെയ്യാനുള്ള ഒരു കാര്യം, നമ്മുടെ കാരമലൈസ് ചെയ്ത് ആ ഒരു പഞ്ചസാര ഒന്ന് ചൂട് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ പാല് കാച്ചിയതിൻ്റെയും ചൂടൊന്ന് പോയി കഴിയുമ്പോഴേക്ക് ഇതിലോട്ട് ചേർക്കണേ. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ആദ്യം ഞാൻ ചേർത്ത് കൊടുത്തപ്പോൾ ആ പഞ്ചസാരയുടെ ചൂട് ഇച്ചിരി കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് വല്ലാതെ അങ്ങ് പതഞ്ഞു വന്നത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞിട്ട് ബാക്കി പാല് ഞാൻ പിന്നെയാണ് അതിൻ്റെ കൂടെ ചേർത്തത് കേട്ടോ. കാരണം ഇതിൻ്റെ കൂട്ടത്തിൽ പല കുക്കിംഗ് ഉള്ള കാരണം ഞാൻ പെട്ടെന്ന് ജോലി തീർക്കാനായിട്ട് ചെയ്തതാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോയെന്ന് വരും. പക്ഷേ ഞാൻ കുറച്ചേ ഒഴിച്ചുള്ളായിരുന്നു, അതുകൊണ്ട് അത് പിരിഞ്ഞു പോയില്ല. അഥവാ ഇനിയും നിങ്ങളുടേത് അങ്ങനെ പിരിഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യം, അത് നേരെ അതെടുത്ത് അങ്ങ് അരിച്ചാൽ മതി കേട്ടോ. അല്ലാതെ അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അത് അരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന 1/4 പാലും ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ആ കാരമലൈസ് ചെയ്ത പഞ്ചസാരയുടെ കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറിയത് നിങ്ങൾ കണ്ടല്ലോ. അതിൻ്റെ ചെറിയൊരു പോർഷൻ, അതായത് 1 കപ്പ് പാല് മാറ്റി വെച്ചിട്ട് അതിനകത്തോട്ട് എനിക്ക് കാപ്പിയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് അതിനകത്ത് 2 ടീസ്പൂൺ ലെവലായിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറോട് ചേർക്കുന്നുണ്ട് കേട്ടോ. ബ്രൂവോ നെസ്കഫെയോ എന്താണ് നിങ്ങൾക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്. പക്ഷേ ഇത് നിർബന്ധമുള്ളൊരു കാര്യമേ അല്ല. കോഫി ഇഷ്ടമുള്ളവർക്ക് പക്ഷേ ഇത് വളരെ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. കാരമൽ മാത്രം വരുന്നതിലും കുറേ കൂടെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നമ്മൾ ഈ കോഫി പൗഡർ ചേർത്തില്ലെങ്കിൽ ആദ്യം നമ്മൾ ചേർത്ത ആ ഒരു കാരമലിൻ്റെ ആ ഒരു മധുരമുണ്ടല്ലോ, അതിൻ്റെ മധുരം മാത്രം മതിയാവും. പക്ഷേ ഞാൻ ഈ കോഫി പൗഡറും കൂടെ ചേർത്തത് കൊണ്ട് അതിനകത്ത് ഒരു 1/4 കപ്പ് പഞ്ചസാരയും പിന്നെ ഒരു 1/4 കപ്പിൻ്റെ പകുതിയും കൂടെ, അതായത് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇപ്പോൾ ടോട്ടലി ചേർത്തിരിക്കുന്നത് കേട്ടോ. കാരമലൈസ് ചെയ്തത് കൂടാതെ ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് യോജിപ്പിക്കുമ്പോഴേക്കും ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയുമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് നല്ല റെസിപ്പികളുണ്ട് കേട്ടോ. പിന്നെ കുറേ ദിവസമായിട്ട് ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ റെസിപ്പികൾ ഇടുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ ചെയ്ത കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് യോജിപ്പിച്ചു. പിന്നെ ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം കേട്ടോ.
അത് വളരെ ചൂട് പോയി കഴിഞ്ഞിട്ട് മാത്രം ചെയ്യാനുള്ളൊരു കാര്യമാണ്. നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഒരു 4 മുട്ടയുണ്ടല്ലോ, അതിൻ്റെ കാര്യം മറക്കരുതല്ലോ. അതും കൂടെ ഇതിനൊപ്പം ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണേ. ഇവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, പാലിന് ആവശ്യത്തിൽ കൂടുതൽ ചൂടായി പോകരുത് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇത് നമ്മൾ ബേക്ക് ചെയ്യാൻ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആവി കയറ്റാൻ വെക്കുമല്ലോ, ഇഡലി തട്ടിലോ അങ്ങനെ വല്ലതും ആയിരിക്കുമല്ലോ നമ്മൾ ആവി കയറ്റാൻ വെക്കുന്നത്. അത് വെക്കുന്നതിന് മുമ്പ് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. കാരണം അതിനകത്ത് പാലിൻ്റെ പാട ഉണ്ടാവും. പിന്നെ നമ്മൾ കാരമലൈസ് ചെയ്തതിൻ്റെ ചിലപ്പോൾ ചില തരികൾ വല്ലതും കാണും. പിന്നെ മുട്ടയുടെ എന്തെങ്കിലുമൊക്കെ കുറച്ച് അംശങ്ങൾ കാണും, നല്ലവണ്ണം അടിയാത്തത്. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി കഴിഞ്ഞാലേ നമുക്ക് ഈ പുഡിങ് ഉണ്ടാക്കുമ്പം നല്ലൊരു ടെക്സ്ചർ കിട്ടുള്ളൂ കേട്ടോ. നല്ല ഒരു സ്മൂത്ത് ഒരു ടെക്സ്ചർ കിട്ടുള്ളേ. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാനുള്ള ആ പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ചിട്ട് ഞാൻ ഒരു ഇഡ്ഡലി പാത്രത്തിൽ നല്ലോണം വെള്ളം ഒരു 1/4 ഭാഗം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തട്ടയിലോട്ട് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ആവി കയറ്റിയെടുക്കാമേ. ഇത് ഓവറായിട്ട് അങ്ങ് ആവി കയറാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി പിരിഞ്ഞതുപോലെയാവും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. നിങ്ങൾ തിളച്ച വെള്ളത്തിൻ്റെ മേലെ ആവി കയറ്റാൻ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 20 മിനിറ്റ് കൂടുതൽ വെക്കരുതേ. പിന്നെ ഇപ്പോൾ ഞാൻ വളരെ ചെറിയൊരു പീസ് ബട്ടർ ഇട്ടിട്ട് കുറച്ച് ആൽമണ്ട്സ്, ഇതും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മതി. ആൽമണ്ട്സോ വാൾനട്ട്സോ കാഷ്യൂനട്ട്സോ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ആൽമണ്ട്സ് കുറച്ചുണ്ടായിരുന്നു. അത് ഞാൻ നീളത്തിൽ ഭംഗിയായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റുവാണേ. ഇത് ശരിക്കും ഓപ്ഷനിലാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കറിയാലോ, എന്തെങ്കിലും പുഡിങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോഴേക്ക് കുറേ കൂടി ഒരു ടേസ്റ്റ് തോന്നിക്കത്തില്ലേ നമുക്ക്. ഈ റെസിപ്പി കാരമൽ കസ്റ്റേർഡ് ഉണ്ടാക്കിയിട്ടുള്ളവർക്ക്, കാരമൽ കസ്റ്റേർഡ് വളരെ കോമൺ ആയിട്ടുള്ളൊരു പുഡിങ്ങാണല്ലേ. കാരമൽ കസ്റ്റേർഡ് ഉണ്ടാക്കുന്നതിൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ്. കാരമൽ കസ്റ്റേർഡ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരമലൈസ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് അടിയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ മേലെയോട്ട് നമ്മൾ ആ പാലിൻ്റെ മിക്സ്ചർ ഒഴിച്ചിട്ട് നമ്മൾ ആവി കയറ്റിയെടുക്കുക. ഇത് ആ കാരമലിൻ്റെ ഫ്ലേവർ അതിലെല്ലാം ആകുന്നു എന്നുള്ള വ്യത്യാസവും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു കോഫി പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് വേറൊരു ലെവലിലാണ് ഈ പുഡിങ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. കോഫി പൗഡർ ഇഷ്ടമുള്ളവർക്ക് മാത്രം, കോഫിയുടെ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരില്ലല്ലോ. സാധാരണയായിട്ട് നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന ആ ഒരു കാരമൽ കസ്റ്റേർഡ് റെസിപ്പി ഞാൻ നേരത്തെ തന്നെ എൻ്റെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് പോയി കാണണം കേട്ടോ. നാളെ ഞാൻ ക്രിസ്മസിന് സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയും ക്രിസ്മസ് ഡെക്കറേഷൻ്റെ വീഡിയോയും ഒക്കെ ഇടുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കാണാൻ മറക്കല്ലേ. ഇപ്പോൾ നമ്മുടെ പുഡിങ് എല്ലാം നന്നായിട്ട് തണുത്ത് ആൽമണ്ട്സ് ഇട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഫ്രിഡ്ജിലും ഒരു 4-5 മണിക്കൂർ വെച്ചിട്ട് എടുത്തപ്പോഴത്തെ ആ ഒരു ടെക്സ്ചറാണ് കേട്ടോ. അനങ്ങുന്നില്ല കേട്ടോ. ആ പുഡിങ്ങിൻ്റെ ആ ഒരു ടെക്സ്ചറും ആ ഒരു കൺസിസ്റ്റൻസിയും ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഒരു പാത്രത്തിലോട്ട് എടുത്ത് കാണിച്ചു തരാം, എന്നിട്ട് ഒരു സ്പൂണിലും എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അടുത്ത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇനിയും ക്രിസ്മസ് വരെ ഇഷ്ടം പോലെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും ക്രിസ്മസിൻ്റെ റെസിപ്പികളും, നിങ്ങൾക്ക് ഒരു കാരണവശാലും പരാതി പറയാൻ പറ്റാത്ത രീതിയിൽ നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയും ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. താങ്ക്